Hey guys, welcome to my YouTube channel. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും പരിപാടിയായിട്ട് സെറ്റ് ആയിരിക്കുമല്ലേ. അങ്ങനെ ഞാൻ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ ഡൂഡിൽ ആർട്ട് ചെയ്തു. അങ്ങനെ അത് വരച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ അത് കളർ ചെയ്യുന്ന വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ കളർ ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ഈ ലോങ് വീഡിയോയിൽ എന്താ പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും. ഞാൻ കളറിനെ പറ്റി ഒരുപാടൊന്നും പറയുന്നില്ല ഗൈസ്. ഇപ്പം ഡൂഡിൽ ആർട്ടിനെ പറ്റി ജസ്റ്റ് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് കരുതി. ഡൂഡിൽ ആർട്ട് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഡ്രോയിങ് സ്റ്റൈലാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സാധനം പറഞ്ഞാൽ ഡൂഡിൽ ആർട്ടിന് പെർഫെക്ഷൻ വേണ്ട. നമ്മളൊരു പടം വരയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒരു സാധനം എക്സാക്റ്റ് കോപ്പി അടിക്കുന്ന പോലെ അങ്ങനെ നമുക്കൊരു കറക്റ്റ് ഇതേപോലെ വരണം, ഇന്ന രീതിയിൽ തന്നെ വരണം എന്നൊരു സാധനം ഇതിനില്ല. ഇതിൻ്റെ ഇംപെർഫെക്ഷൻ തന്നെയാണ് ഇതിൻ്റെ പെർഫെക്ഷൻ എന്ന് വേണേൽ പറയാം. മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ വെറുതെ വരയ്ക്കുന്നതിനാണ് ഡൂഡിൽ ആർട്ട് എന്ന് പറയുന്നത്. ഇത് ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഡൂഡിൽ ആർട്ട് കണ്ടിരിക്കുമ്പോൾ മനസ്സിനൊരു കാം ഫീൽ വരും, അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ ഒരു കാം ഫീൽ വരും. വരയ്ക്കുമ്പോൾ സ്ട്രെസ്സ് കുറയുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഡൂഡിൽ ആർട്ട് എനിക്ക് വെളിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നൊരു ബ്രേക്കാണ്. ഡൂഡിൽ ആർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫുൾ ഫോക്കസും ഡൂഡിൽ ആർട്ടിലായിരിക്കും. അത് പെർഫെക്റ്റ് ആക്കാനുള്ള ഫോക്കസ് അല്ല, ഞാൻ ചെയ്യുന്നൊരു കാര്യത്തിന് ഞാൻ ഹാപ്പി ആവുന്ന രീതിയിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ പെർഫെക്ഷൻ ആക്കുക എന്നുള്ളതല്ല ഞാൻ നോക്കുന്നത്. പിന്നെ ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡൂഡിൽ ആർട്ട് നിങ്ങളെ അതിൽ നിന്നൊന്ന് എസ്കേപ്പ് ആവാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഡൂഡിൽ വരയ്ക്കുന്നതിന് മുമ്പേ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കുമ്പോൾ അല്ല, എനിക്ക് ഡൂഡിൽ ചെയ്യാൻ തോന്നുമ്പോൾ ഞാൻ ഡൂഡിൽ ചെയ്യും. അല്ലാതെ ഇന്ന സമയത്ത് എനിക്ക് ഡൂഡിൽ ചെയ്യണം അങ്ങനെയുള്ള പ്ലാനിങ്സ് ഒന്നുമില്ല. പിന്നെ ഡൂഡിൽ ആർട്ടിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഡൂഡിൽ ആർട്ട് വരയ്ക്കുന്ന ഒരാൾക്കും ആർട്ടിസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ആർട്ടിസ്റ്റ് ആകണമെന്നേ ഇല്ല. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് എൻജോയ് ചെയ്ത് ചെയ്യുന്നവർക്കറിയാം ഇതിൻ്റെ ഒരു ഫീൽ, നമുക്ക് ഇടാവുന്നൊരു കാംനെസ് ഒക്കെ ഇത് വരയ്ക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഡൂഡിൽ ആർട്ട് ചെയ്യുന്നവർക്കറിയാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ശരിക്കും ഡൂഡിൽ ആർട്ട് എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റത്തില്ല. ഡൂഡിൽ ആർട്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സാധനം കുത്തി കുറിക്കാൻ തോന്നും, അതാണ് മെയിൻ സാധനം. പക്ഷെ എനിക്ക് അത്രയ്ക്കുള്ളൊരു ഇത് വന്നിട്ടില്ല ഇതുവരെ, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് എന്തെങ്കിലും കണ്ട് ചെയ്യാനാണ് ഇഷ്ടം. പെർഫെക്ഷൻ നോക്കാറില്ല, എങ്കിലും എനിക്കത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യാൻ തോന്നും എന്നുള്ളതേ ഉള്ളൂ. ഒരു ഇൻസ്പിറേഷൻ തോന്നും. ഡൂഡിൽ ആർട്ട് മെയിൻലി ബ്ലാക്ക് പെന്നോ ബ്ലാക്ക് സ്കെച്ചോ വെച്ച് ഡൂഡിൽ ചെയ്യുന്നതാണ് കൂടുതലും, പെൻ വെച്ച് ചെയ്യുന്നതാണ് കൂടുതലും. അപ്പോൾ പെൻസിൽ യൂസ് ചെയ്തത് എന്നൊന്നും അല്ല കേട്ടോ. അപ്പം ഇതിൽ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ റിലാക്സിങ് ആവും. ഓക്കെ, കളേഴ്സ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്കൊരു കാം ഫീൽ തോന്നും. പിന്നെ നമ്മൾ ഈ ഡൂഡിൽ ആർട്ടിൽ കളേഴ്സ് കൊടുക്കുന്നതെന്ന് പറയുന്നത് തന്നെ നമ്മൾ ആ വരയ്ക്കുന്ന ആ ഒരു ഇമേജിന്, അല്ലെങ്കിൽ ആ വരയ്ക്കുന്ന ഒരു പടം, എന്ത് പടമാണ് നമ്മൾ വരയ്ക്കുന്നത് ആ പടത്തിന് കുറച്ചുകൂടെ ഒരു ജീവൻ കൊടുക്കുന്ന പോലെയാണ് നമ്മൾ കൊടുക്കുന്ന കളേഴ്സ്. നമ്മൾ കൊടുക്കുന്ന കളേഴ്സ് അതിൻ്റെ ഫീച്ചേഴ്സ് കുറച്ചുകൂടെ എടുത്ത് കാണിക്കും. കൊടുക്കുന്ന കളേഴ്സ് പെർഫെക്റ്റായിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് തോന്നുന്ന രീതിയിൽ തോന്നുന്ന കളർ അങ്ങോട്ട് കൊടുക്കുക. പിന്നെ മാക്സിമം അത് ഫീൽ ചെയ്ത് കളർ ചെയ്യാൻ നോക്കുക. എന്നു പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ടെൻഷൻസ് മറക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നൊന്ന് മാറി നിന്ന് നമ്മൾ ഒരു മീ ടൈം പോലെ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഈ ഡൂഡിൽ. അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രെസ് ചെയ്ത് കൊടുക്കാതെ ഫീൽ ചെയ്ത് കുറച്ച് കാമായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ.
എൻ്റെ വീഡിയോ ഇത്ര പോലും ആരും കണ്ടു കാണത്തില്ലെന്ന്. ആദ്യത്തെ ഒരു 5 സെക്കൻഡ്സ് എങ്കിലും കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് കളഞ്ഞവരായിരിക്കും മിക്കുള്ളവരും. പിന്നെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതുകൊണ്ട് ഇത് ആരും കാണാൻ വലിയ ചാൻസ് ഇല്ല. എങ്കിലും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ ഇത് ഇടുന്നു. നമുക്ക് ആരെയും ഒന്നിനും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യം മറ്റൊരാളുടെ അടുത്ത് അയാളും ഇഷ്ടപ്പെടണം എന്ന് കരുതി നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണ്, ഞാനത് ചെയ്തിടുന്നു. ഇത് താല്പര്യമുള്ളവരിത് കാണും, ഇന്നല്ലെങ്കിൽ നാളെ കാണണമല്ലോ. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഫുൾ കളർ ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.